രാജസ്ഥാനിലെ അതിർത്തി ഗ്രാമങ്ങളെല്ലാം ആശ്വാസ തീരത്തേക്ക് മടങ്ങുകയാണ്. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഒഴിഞ്ഞുപോയ നാട്ടുകാരെല്ലാം ഗ്രാമങ്ങളിൽ തിരികെ എത്തി. പാക് അതിർത്തിക്ക് തൊട്ടടുത്തുള്ള രാജസ്ഥാനിലെ ലോങ്കേവാലയിൽ നിന്ന് അനിൽ വാസുദേവ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. പാക് അതിർത്തിക്ക് തൊട്ടടുത്തുള്ള രാജസ്ഥാനിലെ ലോങ്കേവാലയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് വെറും 12 കിലോമീറ്റർ മാത്രമാണ് പാകിസ്ഥാനിലേക്ക് ഉള്ളത്. ഒരു സൈന്യത്തിൻ്റെ ചെക്ക് പോസ്റ്റും ഒക്കെ തന്നെയുള്ള സ്ഥലമാണ്. ഈ സംഘർഷം ഉണ്ടായതിന് തൊട്ടു പിന്നാലെ ഇവിടെയുള്ള ഈ ഗ്രാമത്തിലുള്ള ആളുകളെയൊക്കെ തന്നെ ഒഴിപ്പിച്ചിരുന്നു. ഇവിടെയൊക്കെ തന്നെ കന്നുകാലികളെയൊക്കെ തന്നെ മേച്ചു, മാടുകളെയൊക്കെ മേച്ച് ജീവിക്കുന്ന ആളുകളാണ് കൂടുതലായിട്ടുമുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിലൊക്കെ തന്നെ അത് കാണാൻ സാധിക്കും. सब अच्छा है। हाँ, कुछ परेशानियाँ हुआ? नहीं, परेशानी तो है मतलब यहाँ से रुकना पड़ता है, कुछ तो है। अब सब अच्छा है, सब अच्छा चल रहा है। हाँ, ठीक सब बढ़िया, मेहरबानी, बहुत अच्छे। आओ, सब शांति है, सहमति, सब शांति है, बहुत सब सुख शांति। कुछ परेशानियाँ हुआ? कोई परेशानी ठीक। आपका नाम? इमरान। सब कुछ ठीक है? नसीब। नापुर। सब कुछ ठीक है? मुबीना। हाँ, सब कुछ ठीक है? हाँ। परेशानियाँ एല്ലാം खत्म हुआ? हाँ। ഈ യുദ്ധത്തിന് പിന്നാലെ ഇല്ലെങ്കിൽ ഈ സംഘർഷം ഉടലെടുത്തതിന് പിന്നാലെ തന്നെ ആളുകളെയൊക്കെ തന്നെ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. ഇപ്പോൾ സംഘർഷത്തിന് അയവ് വന്നതോടുകൂടി എല്ലാവരും തന്നെ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചു വരികയും ആടുകളെ മേയ്ക്കാനും അല്ലെങ്കിൽ അവരുടെ ഉപജീവനമൊക്കെ തന്നെ വീണ്ടും തിരിച്ച് അതിലേക്കൊക്കെ തന്നെ വരികയും ചെയ്തു. ഇവിടെയുള്ള ചില ഷോപ്പുകളൊക്കെ തന്നെ തുറക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അങ്ങനെയുള്ള ഒരു ഷോപ്പിലാണ് നമ്മളിപ്പോൾ. ഭയ്യ അബ് സബ് കുച്ച് ठीक है? हाँ ठीक है, बढ़िया है। पहले दिन कुछ गड़बड़ है? हाँ, पहले बीच में माहौल ख़राब था और अभी कुछ नहीं है, सही है, अभी ठीक है। ज़रूर ड्रोन अटैक हुआ? नहीं, अटैक नहीं हुआ, सिर्फ आए थे ड्रोन और वापस चले गए थे। नाइट में आते थे और फिर वापस चले जाते थे। अटैक वटैक इधर नहीं हुआ, एकदम शांति है। എല്ലാം ശാന്തമാണ് എന്നാണ് പറയുന്നത്. ചില ഡ്രോണിൻ്റെ സാന്നിധ്യങ്ങളൊക്കെ തന്നെ കണ്ടെത്തിയിരുന്നു ആ സമയത്ത്. അതൊക്കെ തന്നെ പിന്നീട് അതിനെയൊക്കെ തകർക്കുകയും നമ്മുടെ പ്രതിരോധ സംവിധാനം തകർക്കുകയൊക്കെ തന്നെ ചെയ്തു. ഇല്ലെങ്കിൽ അത്തരം ഭീഷണികളൊക്കെ തന്നെ ഒഴിവാക്കിയെന്നാണ് പറയുന്നത്. ഇപ്പോൾ എല്ലാം ശാന്തമായിരിക്കുന്നു. ആളുകൾ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ്. അതിർത്തിക്ക് തൊട്ടടുത്തുള്ള ഒരു പ്രദേശമാണ്, പക്ഷേ എല്ലാവരും സന്തോഷമായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസത്തിൻ്റെ കാര്യം. ഇനി കുറച്ചുകൂടി ആളുകളൊക്കെ തന്നെ അവരുടെ ബന്ധുവീട്ടിലേക്ക് പോയ ആളുകളും കൂടി ഇവിടേക്ക് വരാനുണ്ട്. എന്നിരുന്നാൽ മാത്രമാണ് ഈ ലോങ്കേവാലയും പഴയ പോലെയൊക്കെ തന്നെ കുറച്ചുകൂടി സജീവമാവുകയുള്ളൂ. ലോങ്കേവാലയിൽ നിന്ന് VS രാഹുലിനൊപ്പം അനിൽ വാസുദേവ്, 24.